കണ്ടു നിൽക്കാൻ പറ്റാത്ത തരം കാഴ്ചകളാണ്. മുഖ്യമന്ത്രിയും അവിടേക്ക് നീങ്ങുന്നു, ദുരന്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള മാനസികാഘാതം അത് എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചു. അവർക്ക് സാധാരണ നിലയിലേക്ക് അവരുടെ മാനസിക സാഹചര്യം എത്തിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങൾ, സഹായമടക്കം സർക്കാർ ചെയ്യും എന്നുള്ള കാര്യമാണ് നേരത്തെ വ്യക്തമാക്കിയത്. മരിച്ച 96 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 206 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മരണസംഖ്യ ഇന്നേക്ക് 284 ആയിരിക്കുന്നു. 166 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ബന്ധുക്കൾക്ക് അത് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആകെ തകർന്ന ദുരന്ത മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. വെള്ളാർമലയിലേക്കൊക്കെ ഒഴുകിയെത്തിരിക്കുന്ന വലിയ വലിയ മരങ്ങളാണ്. വലിയ തടിക്കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും ഒക്കെ വന്ന് ഇടിച്ചു തകർത്ത് പോകുമ്പോൾ അവിടുത്തെ വീടുകൾ ഒക്കെ ചില വീടുകൾ അമർന്നു പോയി, ചില വീടുകളെ അങ്ങനെ ഒലിച്ചു പോയ അവസ്ഥയാണ്. വീടിൻ്റെ തറ മാത്രം ബാക്കിയായി ആ രൂപത്തിൽ വെള്ളം വലിച്ചു കൊണ്ടുപോയ ദൃശ്യങ്ങളുമുണ്ട്. മണ്ണിനടിയിൽ അമർന്നു പോയ വീടുകൾ ജീവനുള്ളവർ ചിലരുണ്ടായിരുന്നു. ചിലർ പൂർണ്ണമായും അതിനകത്ത് തന്നെ ശ്വാസം കിട്ടാതെ മരിച്ചുപോയ സാഹചര്യം. അങ്ങനെ കുറേ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. അതൊക്കെ കണ്ടെത്താനും അവരെ പുറത്തെത്തിക്കാനും മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുമുള്ള സാഹചര്യം വളരെ വൈകിയാണ് അത് ചെയ്യാൻ പറ്റിയത്. അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പാലമില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ദുരന്ത മേഖലയുടെ വിദൂര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആളൊഴിഞ്ഞ ശവപ്പറമ്പായി ഈ മേഖല മാറുകയാണ്. നിരവധി വീടുകളും മനുഷ്യരും ഉണ്ടായിരുന്ന സ്ഥലം എങ്ങനെ അതിൻ്റെ മുഖം മാറിയിരിക്കുന്നുവെന്ന് കാണാം. ഓരോ തവണ ദുരന്തമുണ്ടാകുമ്പോഴും നമ്മളതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്ന് നമ്മൾ കരുതും. പക്ഷേ വീണ്ടും പ്രകൃതി നമുക്ക് പാഠം തരുന്ന സാഹചര്യമാണ് ഓരോ തവണയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ